നിങ്ങളുടെ ഗേൾഫ്രണ്ടിന് ഒരു മെയിൽ ബെസ്റ്റി ഉണ്ടെങ്കിൽ അയാൾ നിങ്ങളുടെ ഗേൾഫ്രണ്ടിനെ വളയ്ക്കാനൊരു ശ്രമം നടത്തുന്നുണ്ട് എന്ന് ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അയാളുടെ ചില പെരുമാറ്റങ്ങളിൽ നിന്നും നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പാറ്റേൺ പോലെ ഒന്നിലധികം തവണ അവരുടെ പ്രവൃത്തികളിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അയാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു പ്രശ്നമാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിനായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ബെസ്റ്റീസിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലും അറിയിക്കുക. ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ജലസിയാണ്, അഥവാ അസൂയ. നിങ്ങളും നിങ്ങളുടെ ഗേൾഫ്രണ്ടും ഇനി അവിചാരിതമായിട്ട് ഈ പറഞ്ഞ ബെസ്റ്റിയും കൂടെ ഉണ്ടെങ്കിൽ ഈ ബെസ്റ്റിക്ക് നിങ്ങളോട് ഭയങ്കര അസൂയയായിരിക്കും. അതായത് നിങ്ങൾ നിങ്ങളുടെ ഗേൾഫ്രണ്ടിനോട് സംസാരിക്കുന്നതിന് ഇയാൾക്ക് ഭയങ്കര അസൂയയായിരിക്കും. ഇയാൾ ചിലപ്പോൾ ബൈ ത്രൂ ഇമോഷൻസിലൂടെയും ആക്ഷൻസിലൂടെയും ഇയാളുടെ ഈ അസൂയ പ്രകടിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇയാൾക്ക് നിങ്ങളുടെ ഗേൾഫ്രണ്ടിന് ഒരു നോട്ടമുണ്ടെന്നാണ്. ഇനി രണ്ടാമത്തെ സിഗ്നൽ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ബെസ്റ്റി, നിങ്ങളുടെ ഗേൾഫ്രണ്ട്, നിങ്ങൾ 3 പേര് നിൽക്കുന്ന സമയത്ത് ഈ ബെസ്റ്റി എന്ന് പറയുന്നവൻ നിങ്ങളെ തരം താഴ്ത്തുന്നുണ്ടെങ്കിൽ, അഥവാ നിങ്ങളെ കളിയാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഗേൾഫ്രണ്ടിന് മുന്നിൽ വെച്ച് നിങ്ങളെ കളിയാക്കുന്നുണ്ട്, തരം താഴ്ത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവന് നിങ്ങളുടെ ഗേൾഫ്രണ്ടിനെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവന് നിങ്ങളുടെ ഗേൾഫ്രണ്ടിൽ ഒരു നോട്ടമുണ്ട് എന്ന് തന്നെയാണ്. ഇനി മൂന്നാമത്തെ സിഗ്നൽ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഗേൾഫ്രണ്ടിൻ്റെ അടുത്ത് ഇയാൾ വളരെയധികം പ്രൊട്ടക്റ്റീവായിട്ടും പൊസസീവായിട്ടും ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥവും ഇയാൾ നിങ്ങളുടെ ഗേൾഫ്രണ്ടിനെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ ഗേൾഫ്രണ്ടിനോട് ഇയാൾക്ക് എന്തോ ഒരു ഇത് ഉണ്ട് എന്ന് തന്നെയാണ്. ബോയ് ഫ്രണ്ടായിട്ടുള്ള നിങ്ങൾ കാണിക്കുന്നതിനേക്കാളും പ്രൊട്ടക്റ്റീവും പൊസസീവുമായിട്ട് ഇവർ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവർക്ക് നിങ്ങളുടെ ഗേൾഫ്രണ്ടിൽ ഒരു നോട്ടമുണ്ടെന്ന് തന്നെയാണ്. പിന്നെയുള്ള മറ്റൊരു സൈൻ, നിങ്ങൾക്കും നിങ്ങളുടെ കാമുകിക്കും ഇടയിലെ പ്രശ്നങ്ങളിൽ ഈ പറയുന്ന ബെസ്റ്റി എന്ന് പറയുന്ന വ്യക്തി വരുന്നുണ്ടെങ്കിൽ അതിന് 2 ഉദ്ദേശങ്ങളായിരിക്കും. ഒന്നെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാനായിരിക്കും, അല്ലെങ്കിൽ ആ പ്രശ്നം കൂടുതൽ ഗുരുതരമാക്കാനായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാറ്റഗറിയിൽ ഈ ഒരു സൈന് ഉൾപ്പെടുത്താൻ പറ്റത്തുമില്ല, എന്നാൽ ഒട്ടും വിട്ടുകളയാനും പറ്റത്തില്ല. സീ ഗൈസ്, നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ 2 പേരും മാത്രം പരിഹരിക്കാൻ ശ്രമിക്കുക. മൂന്നാമതൊരാളെ അതിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. ആണുങ്ങൾ എല്ലായ്പ്പോഴും അവർക്ക് അട്രാക്ഷൻ തോന്നാത്ത വ്യക്തികളിൽ വളരെ റെയറായിട്ട് മാത്രമേ അവരവർ ഇമോഷണൽ എനർജി ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതൊക്കെ കേട്ടതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.